തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ഡിജിപിയുടെ അന്വേഷണം പൂർത്തിയായി. റിപ്പോർട്ട് ഈ മാസം സമർപ്പിക്കും. പൂരം അലങ്കോലമായത് അറിഞ്ഞില്ലെന്ന എഡിജിപിയുടെ അജിത് കുമാറിന്റെ മൊഴി. തന്നെ 12 മണിക്ക് ശേഷം മന്ത്രി കെ രാജൻ വിളിച്ചത് അറിഞ്ഞില്ലെന്നും എഡിജിപിയുടെ മൊഴി. കൂടുതൽ വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ ഡിജിപിയുടെ അന്വേഷണം പൂർത്തിയായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെയും അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ DGP നേരിട്ടാണ് ഈ കേസ് അന്വേഷിച്ചത്. അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ADGP MR അജിത് കുമാറിനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും മറ്റു ഉദ്യോഗസ്ഥർ ചേർന്ന് തൃശ്ശൂരിൽ നടത്തിയ അന്വേഷണത്തിൻ്റെയും മൊഴി രേഖപ്പെടുത്തലിൻ്റെ ഒടുവിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നൽകുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഈ മാസം 12-ാം തീയതി തന്നെ റിപ്പോർട്ട് നൽകും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. അതേസമയം പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് MR അജിത് കുമാർ നൽകിയ മൊഴിയിൽ സൂചിപ്പിക്കുന്നത്. ഒപ്പം മന്ത്രി കെ രാജൻ വിളിച്ചിരുന്ന രാത്രി 12 മണിക്ക് വിളിച്ചിരുന്നത് താൻ അറിഞ്ഞില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാരണം വലിയ തരത്തിലെ ആരോപണങ്ങൾ കെ രാജൻ ഉൾപ്പെടെയുള്ള CPI നേതാക്കൾ MR അജിത് കുമാറിനെതിരെ തന്നെ ആരോപിച്ചിരുന്നു. അതിനകത്ത് ആ ആരോപണത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നു രാത്രി 12 മണിക്ക് ശേഷം അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം CPI മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ MR അജിത് കുമാറിനെ വിളിച്ചിരുന്നെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. മനഃപൂർവ്വം ഫോൺ എടുക്കാതിരുന്നായിരുന്നു അവരുടെ ആക്ഷേപം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് മൊഴി രേഖപ്പെടുത്തിയതും. ആ മൊഴിയിൽ വ്യക്തമായി പറയുന്നുണ്ട് രാത്രി 12 മണിക്ക് ശേഷം ഈ ADGP MR അജിത് കുമാറിനെ വിളിച്ചത് അറിഞ്ഞിരുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് പറയുന്നത്. ഒപ്പം പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെക്കുറിച്ചും തനിക്കറിയില്ല എന്നും പറയുന്നു. ഈ രണ്ട് കാര്യങ്ങളിലും അതായത് MR അജിത് കുമാറിനെ മുന്നിൽ നിർത്തിയായിരുന്നു പൂരം കലക്കുവാൻ അല്ലെങ്കിൽ BJP ശ്രമിച്ച തരത്തിലൊക്കെ വലിയ ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നായി ഉയർന്നു വന്നിരുന്നു. കോൺഗ്രസും ഉയർന്നു വന്നിരുന്നു. കാരണം അവിടെ അത് രാഷ്ട്രീയപരമായ മുതലെടുപ്പ് നടത്തി എന്നുള്ളതൊക്കെ ആയിരുന്നു ആരോപണം. എന്തായാലും ആ റിപ്പോർട്ട് DGPയുടെ റിപ്പോർട്ട് തയ്യാറായിരിക്കുന്നു. ഇതിനകത്ത് വ്യക്തമായി പറയുന്നത് ഈ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് തനിക്കറിയില്ല എന്നാണ് MR അജിത് കുമാർ DGPക്ക് നൽകിയിരിക്കുന്ന മൊഴി. ശരി, തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ സംഭവത്തിൽ DGPയുടെ അന്വേഷണം പൂർത്തിയായി. റിപ്പോർട്ട് ഈ മാസം സമർപ്പിക്കും. പൂരം അലങ്കോലമായത് അറിഞ്ഞില്ലെന്ന് ADGP അജിത് കുമാറിന്റെ മൊഴി. തന്നെ 12 മണിക്ക് ശേഷം മന്ത്രി കെ രാജൻ വിളിച്ചത് അറിഞ്ഞില്ലെന്നും ADGPയുടെ മൊഴി.